മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയിൽ 9ാം ക്ലാസ്സിൽ സഭ ആരാധന സമൂഹം എന്ന കേന്ദ്ര പ്രമേയത്തെ ആസ്പദമാക്കി 5ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നതും പഠിക്കുന്നതും. പുസ്തകം എല്ലാവരും എടുത്തോ? എല്ലാവരും കുർബാന പുസ്തകം കൂടി എടുത്തു വച്ചാൽ ഒത്തിരിയേറെ സന്തോഷമായി. കാരണം നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ പാഠത്തിൻ്റെ തലക്കെട്ട് തന്നെ വിശുദ്ധ കുർബാന, ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും എന്നുള്ളതാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം അല്ലേ? കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ കുർബാനയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഈ ദിവസം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന ആഴങ്ങളിൽ മനസ്സിലാക്കുവാനും ദൈവാനുഭവം സ്വന്തമാക്കുവാനും പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുവാനും മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുകയാണ്. ലോക്ക്ഡൗണിനിടയിലും നിങ്ങൾ വേദപാഠം നന്നായി പഠിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. ശാലോം ടി വിയുടെ ഈ ക്ലാസ്സുകൾ ഒത്തിരിയേറെ ആളുകൾ കാണുകയും മക്കൾ നല്ല വിശ്വാസ പരിശീലനത്തിൽ വളരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം അല്ലേ? പാഠത്തിൻ്റെ തലക്കെട്ട്, അതായത് ഈ പാഠം വിശുദ്ധ കുർബാനയെക്കുറിച്ചും വിശുദ്ധ കുർബാനയിലെ ആമുഖ ശുശ്രൂഷയെക്കുറിച്ചും വചന ശുശ്രൂഷയെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ഭാഗമായ ആമുഖ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ വേദപാഠ പുസ്തകത്തോടൊപ്പം പരിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്ന ബുക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ മനോഹരമായി നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് പ്രാരംഭമായി ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ അവർ സങ്കടപ്പെട്ടാണ് യാത്ര ചെയ്തത്. അവരുടെ സങ്കടത്തിൻ്റെ കാരണം കൂട്ടുകാരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈശോ തങ്ങൾ ലോകരക്ഷകനാണ് എന്ന് വിശ്വസിച്ച, ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെട്ടു. കുരിശിൽ ഈശോ മരിച്ചു. അപ്പോൾ ഈ കുരിശിൽ ഈശോ മരിച്ചു എന്നുള്ള ആ സങ്കടം കൊണ്ട് അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. എമ്മാവൂസിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഈശോയും അവരോടൊപ്പം യാത്ര ചെയ്തു. അവൻ അവരെ അനുധാവനം ചെയ്തു, അനുയാത്ര ചെയ്തു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ എന്ത് ചെയ്തു? ദുഃഖം കട്ട പിടിച്ചിരിക്കുന്ന ഇവരുടെ ഹൃദയത്തിലേക്ക് ഈശോ വചനത്തെ കൊടുക്കാൻ തുടങ്ങി. മോശ മുതൽ പ്രവാചകന്മാർ ദൈവപുത്രനെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ, മനുഷ്യപുത്രനെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ, രക്ഷകനായ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഈശോ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈശോ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവർ എമ്മാവൂസ് ഗ്രാമത്തോടടുത്തു. സന്ധ്യ ആയതുകൊണ്ട് അവർ യാത്രയൊക്കെ വേണ്ടെന്ന് വെച്ച് ഒരു സത്രത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ അവർ ഈശോയോട് പറയുകയാണ്, ഈശോ ആണ് അതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ എങ്കിലും അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന്. അവർ മുറിയിൽ കയറി കഥ കടച്ചു. ഈശോ എന്ത് ചെയ്തു? അവരുടെ കൈവശമുണ്ടായിരുന്ന അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർ കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അത് ഈശോ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്താണ്? അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഭയങ്കരമായ തീഷ്ണതയോടുകൂടി, എനർജിയോടുകൂടി. ഇപ്പോൾ നിങ്ങളെപ്പോലെയാ, ഭയങ്കര എനർജിയോടുകൂടി അവർ തിരിച്ചു പോവുകയാണ്. അവർ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞ കാര്യം, അവൻ വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ. രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നത്, വിശുദ്ധ കുർബാന ഈശോ കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ശ്രദ്ധിച്ചോ? ഈ എമ്മാവൂസ് സംഭവത്തിന് 2 സ്ട്രക്ചറുണ്ട്, 2 ഘടനയുണ്ട്. ഒന്നാമത്തെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വചനഭാഗമാണ്. രണ്ടാമത്തെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഈ വിശുദ്ധ കുർബാനയിൽ അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് നമ്മുടെ കുർബാന, നമ്മുടെ സഭാപിതാക്കന്മാർ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ
അപ്പം മുറിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയിലെ ഈശോയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട വാചകമാണ്. എന്താണ്? വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ, വചനത്താൽ ഹൃദയം ജ്വലിക്കുമ്പോൾ, അപ്പം മുറിക്കുമ്പോൾ, വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ അപ്പം മുറിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ എമ്മാവൂസ് സംഭവത്തിലെ ഈ യാഥാർത്ഥ്യങ്ങൾ അനുഭവമാകുന്ന തരത്തിലാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ആരംഭത്തിലെ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. താല്പര്യമല്ലേ? കാരണം നിങ്ങൾക്ക്, എനിക്കറിയാം, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളിൽ ഭൂരിഭാഗം കുട്ടികളും ഇടദിവസങ്ങളിൽ പള്ളി വരുന്നവരാണ്, ഞായറാഴ്ച മുടക്കം വരുത്താത്തവരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്? അതിന് കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധ കുർബാനയിലൂടെ അനുഭവവേദ്യമാകുന്നു. ഈശോയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എങ്ങനെയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു? ഒന്ന്, വചനത്തിലൂടെ. രണ്ട്, അപ്പം മുറിക്കലിലൂടെ. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ഘട്ടമാണ് ആമുഖ ശുശ്രൂഷ. എന്താണത്? ആമുഖ ശുശ്രൂഷ. ഈ ആമുഖ ശുശ്രൂഷയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കുന്നത്? നമ്മൾ 3-ാം അധ്യായവും 4-ാം അധ്യായവും പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മിശിഹ രഹസ്യങ്ങളുടെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന. എന്തിൻ്റെ ആഘോഷമാണ്? മിശിഹ രഹസ്യങ്ങളുടെ, അല്ലെങ്കിൽ മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവികമായ സംഭവങ്ങളുടെ കൗദാശിക ആഘോഷമാണ് പരിശുദ്ധ കുർബാന. എങ്കിൽ ഈ ആമുഖ ശുശ്രൂഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്? ഏതൊക്കെ മിശിഹ സംഭവങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്? ഒന്നാമതായി കുറിച്ച് വെച്ചോണേ, നോട്ട് ബുക്ക് എടുത്തു വെക്കാനുള്ളവർ എടുത്തു വെച്ചോ. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള കാത്തിരിപ്പിനെയും അവിടുത്തെ തിരുപ്പിറവിയെയും അവിടുത്തെ രഹസ്യ ജീവിതത്തെയുമാണ് വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് ആമുഖ ശുശ്രൂഷ. ഏതൊക്കെ കാര്യങ്ങളാണ്? വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള കാത്തിരിപ്പ്, രക്ഷകൻ വരുമെന്നുള്ള വലിയ പ്രതീക്ഷ, രക്ഷകൻ വന്നു, തിരുപ്പിറവി, ആ തിരുപ്പിറവിക്ക് ശേഷം കർത്താവ് നയിച്ച രഹസ്യ ജീവിതം. ഈ തിരുപ്പിറവിയെക്കുറിച്ചുള്ള കാത്തിരിപ്പിനെയും തിരുപ്പിറവിക്ക് ശേഷമുള്ള കർത്താവിൻ്റെ രഹസ്യ ജീവിതവും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ആമുഖ ശുശ്രൂഷ. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടാവും ആമുഖ ശുശ്രൂഷ എപ്പോൾ, എവിടെ നിന്ന് ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു. ഇത് വിശുദ്ധ കുർബാനയിലെ ആദ്യത്തെ ഭാഗമാണ് കൂട്ടുകാരെ. വിശുദ്ധ കുർബാനയിൽ അന്നാ പെസഹ മുതൽ ഉദ്ധാന ഗീതം കഴിഞ്ഞു വരുന്ന വൈദികൻ്റെ പ്രാർത്ഥന വരെയാണ് ആമുഖ ശുശ്രൂഷ. അതാണ് നമ്മൾ, അതിലെ പ്രാർത്ഥനകളാണ് ഒന്നൊന്നായി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആമുഖ ശുശ്രൂഷയിലെ ആദ്യത്തെ പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടീ ബലി അർപ്പിക്കാം. അപ്പോൾ അന്നാ പെസഹ തിരുനാളിൽ, അന്നത്തെ പെസഹ തിരുനാളിൽ, കഴിഞ്ഞ പാഠം ഓർക്കണേ, അന്നത്തെ പെസഹ തിരുനാളിൽ കർത്താവ് അർപ്പിച്ച ബലി പോലെ ഈ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു കൽപ്പനയുണ്ട് എന്ന് പറയുന്ന ആ മിശിഹായുടെ വാക്കുകൾ അന്വർത്ഥമാക്കാൻ വേണ്ടിയാണ്, അനുസരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമാക്കുന്ന പാട്ടാണ് ആദ്യത്തെ അന്നാ പെസഹ തിരുനാൾ. ഞാനിത് പറയുമ്പോഴെല്ലാം നിങ്ങൾ അന്നാ പെസഹ തിരുനാളിൽ എന്ന് പറയുന്ന ആ മനോഹരമായ ദിവ്യഗാനം മൂളുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ന് ആ പെസഹ തിരുനാളിൽ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഈശോ നമുക്കൊരു കൽപ്പന നൽകി. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈശോ പറഞ്ഞില്ലേ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ്. ഈശോയുടെ വാക്കുകളോട് പറഞ്ഞ്. ഈശോയുടെ വചനം ആവർത്തിക്കും തോറും അനുഗ്രഹം, വചനം പറയും തോറും അനുഗ്രഹം. അന്ന് ആ പെസഹ തിരുനാളിൽ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഓർമ്മയാണ്? ഈശോ നമുക്ക് വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ പകുത്തു നൽകിയ
കൗദാശികമായി പകുത്തു നൽകിയ ആ അന്നാ പെസഹ തിരുനാളിൻ്റെ ഓർമ്മ ഇതൊരു സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ അന്നാ പെസഹ തിരുനാൾ രണ്ടാം ഭാഗത്ത് അനുരഞ്ജിതരായി തീർന്നിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യതയാണ് എന്താണ്? സ്നേഹം. പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യതയാണ് സ്നേഹം. മത്തായിയുടെ സുവിശേഷം നിങ്ങൾ എടുക്കാവോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായ ഒരു വചനമാണ്. ആ വചനം എന്താണെന്നറിയാവോ? നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ തിരികെ പോയി അവനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ആമുഖ ശുശ്രൂഷയിലെ ആദ്യത്തെ ദിവ്യഗാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. തമ്പുരാൻ സ്നേഹബോംബായി പൊട്ടിത്തെറിച്ചു. എവിടെ? അന്നാ പെസഹ തിരുനാളിൽ പിറ്റേ ദിവസം കാൽവരിയിൽ പൊട്ടിത്തെറിക്കാനുള്ള സ്നേഹബോംബാണ് ഈശോ എന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ ബലി, അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് സ്നേഹം. അതുകൊണ്ട് ഈ ഗീതം ആലപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു വരേണ്ട ചിന്ത എന്താണ്? ആരോടെങ്കിലും എനിക്ക് വിരോധമുണ്ടോ? കാരണം മക്കൾ ഓർക്കണം, ഇത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്, ഇത് മുറിക്കപ്പെടലിൻ്റെ കൽപ്പനയാണ്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കൽപ്പനയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പകുത്തു നൽകുന്നതിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഈശോ ഒരു ഡിമാൻഡ് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ആരോടെങ്കിലും നിനക്ക് വിരോധമുണ്ടെങ്കിൽ നീ അവനുമായി പോയി രമ്യതപ്പെടണം. വിശുദ്ധ സിപ്രിയാൻ പിതാവ്, സഭാപിതാവായ വിശുദ്ധ സിപ്രിയാൻ പിതാവ് പറയുകയാണ്. ആ സിപ്രിയാൻ പിതാവിൻ്റെ വാക്കുകൾ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അവസാനം സഭാപിതാക്കന്മാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ കോളത്തിൽ കിടപ്പുണ്ട്. ആ കോളത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ഹൃദയത്തിൽ അനൈക്യവുമായി ബലിയർപ്പിക്കാൻ അണയുന്നവൻ്റെ ബലിപീഠത്തിൽ നിന്ന് മിശിഹ പിന്തിരിയുന്നു. നോക്കിയേ, ഇത്രയും ഗൗരവപൂർവമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവനോട് വിരോധത്തോടെ ബലിയർപ്പിക്കാൻ വരുന്നവൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഈശോ പിന്തിരിയുന്നു, മിശിഹ പിന്തിരിയുന്നു. ഇനി നമുക്ക് അടുത്ത ദിവ്യഗാനത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതമാം എന്നുള്ള ആ ഗാനത്തോടെ ആലപിക്കുന്ന മനോഹരമായ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എന്താണത്? ഈശോയുടെ ജനനവേള. ഇപ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസിനെക്കുറിച്ച് ആ പാട്ട് പാടിയപ്പോൾ തന്നെ ക്രിസ്മസിനെക്കുറിച്ചുള്ള ചിന്ത വന്നു. ഈശോയുടെ ജനനവേളയിൽ മാലാഖമാർ പാടിയ മനോഹരമായ ഗാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനം. അതിനെ അനുസ്മരിക്കുന്ന ഗാന ശുശ്രൂഷ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് അർത്ഥമാക്കുന്നത്? ഈശോയുടെ ജനനവേളയിൽ മാലാഖമാർ പറഞ്ഞു, ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ആരുടെ രക്ഷകനാ? നമ്മുടെ രക്ഷകൻ, ലോകത്തിൻ്റെ രക്ഷകനാ. അപ്പോൾ ഈ മാലാഖമാർ പാടിയ ഗാനം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടുമ്പോൾ ഈശോയോടുള്ള സ്നേഹത്താൽ നമുക്ക് മാലാഖമാരുടെ സന്തോഷം കിട്ടണം. എന്തുകൊണ്ടാണ് ഈശോയോട് നമ്മൾ ഈ സമയത്ത് സ്നേഹിക്കുന്നത്? ഈശോയുടെ തിരുപ്പിറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹമാണ്. നോക്കിക്കേ, സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് സ്വർഗീയ സിംഹാസനങ്ങൾ വിട്ട് മനുഷ്യനായി പിറന്ന് കാലിത്തൊഴുത്തിൽ പരിമിതികൾ സഹിച്ച് നമ്മെ സ്നേഹിച്ച ഈശോയുടെ സ്നേഹം നമ്മൾ ഈ സമയത്ത് ഓർക്കണം. അപ്പോൾ രക്ഷയാണ് ഈശോ പ്രദാനം ചെയ്യുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ജനിച്ചത്. കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചപ്പോൾ മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള സദ്വാർത്ത, രക്ഷയുടെ സന്ദേശം ലോകമാസകലം അറിയിക്കപ്പെട്ടു. അപ്പോൾ രണ്ടാമതായി ഈ ജനങ്ങൾ ചൊല്ലുന്ന മറുപടി, വിശ്വാസ സമൂഹം ചൊല്ലുന്ന മറുപടി, ഭൂമിയിൽ എന്താണ്? അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മർത്യന് സമാധാനവും ശാന്തിയും. സമാധാനം എന്ന വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് രക്ഷയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയുടെ തിരുജനനത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെ മാലാഖമാർ ആനന്ദഗീതമുയർത്തി അവർ സ്വീകരിക്കുമ്പോൾ നമുക്കും ഈശോയുടെ തിരുപ്പിറവിയിലൂടെ കൈമാറി കിട്ടിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ ദിവ്യഗാനത്തിലൂടെ വരികയാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം തന്നെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക്,
സമാധാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ രക്ഷ ലഭിച്ചു കഴിഞ്ഞു. ഈശോയുടെ തിരുപ്പിറവിയിലൂടെ നമുക്ക് സംലംഭ്യമായ നമുക്ക് ലഭിച്ച രക്ഷയെ അന്വർത്ഥമാക്കാൻ വാക്കുകളിലൂടെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ള പ്രാർത്ഥനാ ഗാനത്തിലൂടെ ഈ ആമുഖ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത്. വീണ്ടും അടുത്തെന്ത് പ്രാർത്ഥനയാണ്? ഏത് പ്രാർത്ഥനയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയുടെ വേളയിൽ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഈശോയുടെ തിരുപ്പിറവിയും ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം എന്താണ്? ശ്രദ്ധിച്ച് കേട്ടോണേ. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ ദൈവിക ജീവൻ നമുക്ക് തിരിച്ചു നൽകി നമ്മെ ദൈവപുത്രരാക്കുവാൻ ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവൻ നമുക്ക് അവകാശം നൽകി. ഇത് രക്ഷയുടെ മറുഭാഗമാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആദത്തിനും ഹവ്വായിക്കും നഷ്ടപ്പെട്ട രക്ഷ ദൈവത്തെ പിതാവേ ആബ എന്ന് വിളിക്കാനുള്ള വലിയ അവകാശം നമുക്ക് നൽകി. അതുകൊണ്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജനനത്തിന് കാരണഭൂതനായ സ്വർഗസ്ഥനായ പിതാവിനെ അനുസ്മരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തിരുപ്പിറവിയിൽ നിന്ന് നമ്മുടെ ചിന്തകൾ സ്വർഗപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുകയാണ്. ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഈശോയുടെ പ്രാർത്ഥന നമ്മളെ സഹായിക്കുകയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പരിശുദ്ധൻ 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 എന്ന സ്തുതിപ്പും കൂടി വരുന്നുണ്ട്. ഈ സ്തുതിപ്പ് സ്വർഗത്തിലെ സ്തുതിപ്പാണ്. നമ്മളെല്ലാവരും നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ സ്തുതിപ്പ് സ്വർഗത്തിൽ പാടാനുള്ളതാണ്. മാലാകമാർ സർവവൃന്ദം മാലാകമാർ പരിശുദ്ധൻ 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 എന്ന് പാടിപ്പുകഴ്ത്തിയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഇടയിൽ പരിശുദ്ധൻ 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 എന്ന് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ലെന്നും സ്വർഗവാസികൾ നമ്മോടൊപ്പമുണ്ടെന്നുമാണ് ഈ പ്രാർത്ഥന അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുമ്പോൾ ഈശോയുടെ തിരുപ്പിറവിയെക്കുറിച്ച് ഓർത്ത് സ്വർഗസ്ഥനായ പിതാവിന് നന്ദി പറയണം. സ്വർഗസ്ഥനായ പിതാവിനെ ആബ എന്ന് നമ്മൾ വിളിക്കണം. പിന്നെയുണ്ടല്ലോ ഭക്തി ആദരങ്ങളോടുകൂടി, കാരണം സ്വർഗവും ഭൂമിയും സംഗമിക്കുകയാണ് ഇവിടെ. സ്വർഗത്തിലെ മാലാകമാരുടെ കീർത്തനം, സ്വർഗത്തിലെ സർവവൃന്ദം ദൂതന്മാരുടെ കീർത്തനം, സ്വർഗവാസികളുടെ കീർത്തനം ഭൂവാസികളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേരുമ്പോൾ ഭക്തി ആദരവോടെയും സ്നേഹത്തോടും കൂടെ നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിലെ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലണം. ഇനി നിങ്ങളെല്ലാവരും ശുശ്രൂഷികളാണ്. ശുശ്രൂഷിക്കാൻ, അൾത്താരയിൽ ശുശ്രൂഷിക്കാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ശുശ്രൂഷ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്ന്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ, അല്ലെ ഗാനം അവസാനിക്കുമ്പോൾ ശുശ്രൂഷ പറയും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്ന്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ശുശ്രൂഷി ആവർത്തിക്കുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ നമ്മോടൊത്തു വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ ഉറപ്പിക്കുകയാണ്. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷി ഓർപ്പിക്കുകയാണ്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആരുകൂടെയുണ്ട്? ഈശോ നമ്മുടെ കൂടെയുണ്ട്. എന്തിനു വേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്ന് പറയുന്നത്? അതിനകത്ത് ഈശോയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ് നമ്മുടെ സമാധാനം? ഈശോ നമ്മുടെ സമാധാനമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യത്തെയാണ് ഇവിടെ ശുശ്രൂഷയുടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്ന വാക്കുകളിലൂടെ ഈശോയുടെ സാന്നിധ്യം ഈ പരിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള അനുഗ്രഹപ്രദമായ കാര്യം ആവർത്തിച്ച് ഉറപ്പിച്ച് വിശ്വാസ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്.
വൈദികർ ചെല്ലുന്ന പ്രാർത്ഥനകളെ സുറിയാനി ഭാഷയിൽ നമ്മൾ സ്ലോസ എന്നാണ് വിളിക്കുന്നത്. എന്താണ് സ്ലോസ? അപ്പോൾ ഈ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്ന് ശുശ്രൂഷി പറഞ്ഞതിന് ശേഷം കാർമികൻ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിനെ സ്ലോസ എന്നാണ് വിളിക്കുന്നത്. സ്ലോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമികൻ്റെ പ്രാർത്ഥനകൾ. അപ്പോൾ എന്താണ് ഈ പരിശുദ്ധ കുർബാനയിൽ ഈ സമയത്ത് കാർമികൻ പ്രാർത്ഥിക്കുന്നത്? കാർമികൻ പ്രാർത്ഥനകളിൽ ദൈവം കനിഞ്ഞു നൽകിയ ഈ മഹാദാനത്തെക്കുറിച്ചോർത്ത് ദൈവത്തിന് നന്ദിയോടെ ഏറ്റുപറയുകയും യോഗ്യതയോടെ അർപ്പിക്കാനുള്ള കൃപ യാചിക്കുകയും ചെയ്യുകയാണ്. യോഗ്യതയോടെ അർപ്പിക്കാനുള്ള കൃപ യാചിക്കുകയാണ്. ഇനി വരുന്നത് സങ്കീർത്തനമാണ്. സങ്കീർത്തനം എന്നാണ് കാണുന്നത്. കർത്താവേ മമ രാജാവേ എന്ന് പറയുന്ന സങ്കീർത്തനത്തിലൂടെ രക്ഷകനെ കാത്തിരുന്ന പഴയ നിയമ ജനതയുടെ ചരിത്രത്തിലേക്കും ജീവിതത്തിലേക്കും പിന്തിരിഞ്ഞു നോക്കുവാനും അവയെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ്. സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാരുടെ മതാത്മക ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്. ഇസ്രായേൽക്കാരുടെ മതാത്മക ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്. രക്ഷകനെ കാത്തിരുന്ന ജനത ആ രക്ഷകനെ കാത്തിരിക്കുന്നതിനിടയിൽ അവരുടെ രക്ഷാകര അനുഭവത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സങ്കീർത്തനങ്ങൾ പഴയ നിയമം മുഴുവനും രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേൽക്കാരുടെ മതാത്മക ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളായ ഹൃദയവികാരങ്ങളായ സങ്കീർത്തനങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ ഈശോയും ഈ സങ്കീർത്തനം ഉപയോഗിച്ചിരുന്നു. അവരുടെ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ അമിതമായ ദാഹം ഉൾക്കൊള്ളുന്ന ആ ഹൃദയവികാരങ്ങളോടുകൂടെ നമ്മളും ചേരുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വീണ്ടും ഉദ്ധാനഗീതം സർവാദിവനം എന്നുള്ള പ്രാർത്ഥന ഓടുകൂടി ആരംഭിക്കുന്ന, അല്ലെ പാട്ടോടുകൂടി ആരംഭിക്കുന്ന ഉദ്ധാനഗീതം. ഈ ഉദ്ധാനഗീതത്തിൽ ഈശോയുടെ മാമോദിസായെ അനുസ്മരിക്കുകയാണ്. രണ്ടാമതായി ഉദ്ധാനം ചെയ്ത ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് ആലപിക്കപ്പെട്ട ഗീതമായും ഉദ്ധാനഗീതത്തെക്കുറിച്ച് പറയുന്നു. മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടതും പരിശുദ്ധാരൂപി വെളിപ്പെട്ടതിനെയും അനുസ്മരിച്ചിട്ടാണ്, പരിശുദ്ധാരൂപിയുടെ വെളിപാടിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് മദ്ബഹയുടെ വിരി മാറുന്നത്. സ്വർഗം വെളിപ്പെടുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ചിന്തകൾ സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹയിലേക്ക് ഉയരുകയാണ്. സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹയിലേക്ക് ഉയരുമ്പോൾ പരിശുദ്ധത്വത്തിൻ്റെ വെളിപാടിനെ അനുസ്മരിക്കുകയാണ്. ഇതോടൊപ്പം ഈശോയുടെ ഉദ്ധാനത്തെയും നമ്മൾ അനുസ്മരിക്കുകയും അവയെയും കൂടെ നമ്മുടെ ധ്യാന വിഷയത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മാമോദീസ, അവിടുത്തെ രണ്ടാമത്തെ മാമോദീസായ കുരിശുമരണവും ഉദ്ധാനവും, ആ ദിവ്യരഹസ്യങ്ങളിൽ നമ്മെ പങ്കുചേർക്കുന്ന നമ്മുടെ മാമോദീസ, വീണ്ടും നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ മഹത്വം, ഇവയെല്ലാമാണ് ഈ കീർത്തനത്തിൻ്റെ അവസരത്തിൽ നാം അനുസ്മരിക്കുന്നത്. തുടർന്നു വരുന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ആമുഖ ശുശ്രൂഷ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആമുഖ ശുശ്രൂഷയിലൂടെ കടന്നുപോയപ്പോൾ അന്നാ പെസഹ തിരുനാളിനെക്കുറിച്ച് നമ്മൾ സ്മരിച്ചു. മാലാഖമാരുടെ കീർത്തനം, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്നുള്ള ആ പ്രാർത്ഥനയുടെ അർത്ഥം പഠിച്ചു. സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ മഹനീയത, വീണ്ടും ശുശ്രൂഷയുടെ പ്രാർത്ഥന, കാർമികൻ ചെല്ലുന്ന സ്ലോസ, ഇവിടെയെല്ലാം നമ്മൾ അനുസ്മരിച്ചെന്താണ്? രക്ഷയ്ക്കു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈശോയുടെ തിരുപ്പിറവിയിലൂടെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് അനുഭവ വേദ്യമാവുകയാണ്. അങ്ങനെ ഉദ്ധാന ഗീതം വരുന്നു, നമ്മുടെ മാമോദീസായെക്കുറിച്ച് ഓർക്കുന്നു, നമ്മൾ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അങ്ങനെ ഉദ്ധാനത്തിന് ശേഷം വരുന്ന വൈദികൻ്റെ പ്രാർത്ഥനയോടുകൂടി ആമുഖ ശുശ്രൂഷ അവസാനിക്കുകയും വചന ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ട ഒരു വചനഭാഗം ഇതാണ്. എഫേസുകാർക്ക് എഴുതിയ പൗലോസ്ലീഹായുടെ ലേഖനത്തിലെ 2-ാം അധ്യായം 14-ാം വാക്യം, അവൻ നമുക്ക് സമാധാനമാണ്. അവൻ നമുക്ക് സമാധാനമാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്നോ, കൈകൂപ്പി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ നിന്റെ രക്ഷ അനുഭവവേദ്യമാകുന്ന ആമുഖ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആദിമസഭയിൽ കർത്താവെ, പരിശുദ്ധ കുർബാന അർപ്പിച്ചതുപോലെ നിന്നെ അറിയാനും വചനത്തിലൂടെ നിന്നെ മനസ്സിലാക്കാനും രക്ഷകനായ മിശിഹായെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്നാണല്ലോ നിന്നെ വിളിക്കുന്നത്.
ഞങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അമ്മേ, നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. സ്വർഗവാസികളും ഭൂവാസികളും ഒന്നുചേരുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ രക്ഷകനെ മനസ്സിലാക്കുവാൻ കർത്താവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.